അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നേ ഒരു പഴയ ഫ്രോക്ക് നമുക്ക് ഗൗണാക്കി മാറ്റണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്രോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുന്നേ തയ്ച്ചതാണ്, പക്ഷേ ഇത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറക്കം കുറവാണെന്ന്. ഞാനപ്പോൾ ഇത് സിയാമോൾക്ക് ഇട്ട് നോക്കി, അവൾക്ക് മുട്ട് വരെയുള്ള ഇറക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇക്കാക്ക് ഇടിയിപ്പിക്കൂല കേട്ടോ, എൻ്റെ ആങ്ങളെ ഇടിയിപ്പിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ താഴേക്ക് ഇടാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചു. അതിൻ്റെ താഴെ ഇടാനായിട്ട്, അതായത് ലൈനിങ് ആയിട്ട് സാറ്റിനും വാങ്ങിച്ചു കേട്ടോ. മുകളിൽ ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് നോക്കാം. എനിക്കൊരു 50 ഇഞ്ച് ലെങ്ത്ത് വേണം കേട്ടോ. അതായത് ടോട്ടൽ 50 ഇഞ്ചാണ് അവളുടെ ഗൗണിൻ്റെ ലെങ്ത്ത്. അതിൽ നിന്ന് നമ്മൾ ബോഡി പാർട്ട് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക ഗൗൺ റെഡിയാക്കി എടുക്കാൻ പോണത്. സ്കേർട്ട് പാർട്ട് മാത്രം വെച്ചാൽ മതിയല്ലോ, ബോഡി പാർട്ട് ഇതിൻ്റെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇറക്കം കുറഞ്ഞ ഗൗണൊക്കെ ഉണ്ടെങ്കിൽ, മുകളിലത്തെ പീസ് നമുക്ക് വണ്ണം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തെടുക്കണ പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബോഡി പാർട്ട് നല്ലതാണെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ ലെങ്ത്ത് 50 ഇഞ്ചിൽ നിന്ന് ഞാൻ ബോഡി പാർട്ടിനുള്ള പീസ് മൈനസ് ചെയ്തു. അതായത് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, അതൊരു 12 ഇഞ്ച് ഉണ്ട്, അത് മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടിയ എത്രയാണെന്ന് വെച്ചാൽ അതിനെ 3ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അതായത് നമ്മുടെ ഫുൾ ലെങ്ത്ത് എടുക്കുക, എത്ര ലെങ്ത്ത് വേണമെന്നുള്ളതിൽ നിന്ന് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്യുക, എന്നിട്ട് ബാക്കി വരണതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടണതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് പീസുകൾ മുറിച്ചെടുക്കണം. എന്നിട്ട് ഓരോ പീസിൻ്റെ കൂടെയും നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. നമ്മുടെ സ്കേർട്ട് പാർട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി 4 ലെയർ വേണമെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ലെയേർഡ് ഫ്രോക്കാണ് കേട്ടോ ആക്കണത്. ലെയേർഡ് ഗൗൺ, ഫ്രോക്കല്ല ഗൗണാണ് ആക്കിയെടുക്കണത്. എപ്പോഴും നമ്മൾ ഈ അമ്പർല തയ്ക്കണില്ല, അതുകൊണ്ട് ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ലെയേർഡ് തയ്ക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ 3 പീസായിട്ട് കിട്ടണ്ടോയെന്ന് ഇങ്ങനെ അളന്ന് നോക്കുകയാണ്. 3 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ താഴേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗൗൺ തയ്ക്കണമെങ്കിൽ ശരിക്കും 4 മീറ്റർ മെറ്റീരിയൽ വേണം. 1 മീറ്റർ നമ്മൾ ബോഡി പാർട്ടിനും, ബാക്കി 3 മീറ്റർ സ്കേർട്ട് പാർട്ടിനും. ഇത് അവൾക്ക് ഒരു 11 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കീറി നോക്കിയപ്പോൾ കീറാൻ പറ്റുന്നുണ്ട്, നേരെ തന്നെ വരണുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നീളത്തിൽ കീറി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ജോയിൻ്റ് ഒന്നും അധികം വരില്ലല്ലോ, അല്ലെ വട്ടം വട്ടം വെട്ടിയിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ തേര് ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെട്ടിയെടുത്തത്. ഇനി ഇതിൻ്റെ അരിക് സിക്സാക്ക് മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവും കേട്ടോ, സിക്സാക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ സാധാരണ മെഷീനിൽ വെച്ചിട്ട് വളരെ നേരിയതായിട്ട് അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു പീസിൻ്റെ ഇതിന് തേരുണ്ട്, അതുകൊണ്ട് ഇതാ ഒരു സൈഡിൽ അടിക്കുന്നുണ്ട്. തേര് അവിടെ ഇരിക്കണുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അതവിടെ നൂലഴിഞ്ഞ് പോകാതിരിക്കാനും ഇങ്ങനെ അടിച്ചെടുക്കണം നല്ലതാട്ടോ. നമുക്കിവിടെ ഒന്നും ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റില്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ കറക്റ്റ് കളറ് വെച്ച് വേണം ഇൻ്റർലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതാ അങ്ങനെ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്, 2 സൈഡിലും അടിച്ചിട്ടുണ്ട്. ഇതാ മോൾ ഭാഗത്ത് അടിച്ചതിൻ്റെ തേരുള്ളതിന് ഞാൻ മോൾ ഭാഗം മാത്രമേ അടിച്ചുള്ളൂ എന്ന് പറഞ്ഞില്ല, അതിന് ഇതാ ഇങ്ങനെ അടുപ്പിച്ച് പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പീസിൽ മാത്രമേ ഞാൻ പ്ലേറ്റ്സ് ഇട്ടിട്ടുള്ളൂ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും മുകളിൽ കൊടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ് അതിന് അടുപ്പിച്ച് പ്ലേറ്റ്സ് ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറേ തുണി വേണം എല്ലാത്തിലും ഇങ്ങനെ അടുപ്പിച്ചിടാനാണെങ്കിൽ. പക്ഷേ നമുക്ക് ഇങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സ്കേർട്ട് പാർട്ടിലേക്ക് ബോഡി പാർട്ടിലേക്ക് ഈ സ്കേർട്ട് പാർട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കാം ഫസ്റ്റ്, അല്ലെങ്കിൽ എല്ലാ ലെയറും ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അരഭാഗത്ത്, എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനപ്പോൾ ഇത് തയ്ച്ചപ്പോൾ ഇൻ്റർലോക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്കിത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായായിരുന്നു അവളെ കൊണ്ട് ഇടിപ്പിക്കൂല, ഇറക്കം കുറവായതുകൊണ്ട്. ഗൗണൊക്കെ ആണെങ്കിൽ അവൾക്ക് ഇടാമല്ലോ. ഒരു ഫംഗ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്, അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അവൾക്ക് കല്യാണത്തിന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ, അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നാണ് വെച്ച് കൊടുക്കണത്, ബാക്കിൽ സിബ് വെച്ചിട്ടില്ല, സിബ് വെക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചുളിവൊക്കെ പ്ലേറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കൈവച്ച് സപ്പോർട്ട് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന് പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് നല്ല കമൻസാണ് വന്നത്. അതുപോലെയുള്ള വീഡിയോകൾ ഇനി ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും
ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ഇനി അടുത്ത ആഴ്ചയും കല്യാണമുണ്ട്, അതിൻ്റെ വീഡിയോകളും ഞാൻ ഉൾപ്പെടുത്താം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ അന്ന് ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ, സിയാമോളുടെ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംറയിൽ വെച്ച് തന്നെയാണ് കല്യാണം. സംറ നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങ് പോയാൽ മതി. എറണാകുളത്ത് തന്നെയാണല്ലോ, അവരും എറണാകുളത്ത് തന്നെയാണ് കല്യാണം നടത്തുന്ന ടീം എറണാകുളത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെച്ചിട്ട് കല്യാണം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാ കറക്റ്റായിട്ട് നമുക്ക് അരഭാഗം ഇങ്ങനെ ആദ്യം പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെയുള്ള ലെയറുകൾ താഴേക്ക് നമുക്ക് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടി ഉടുപ്പ് പോലെ തോന്നുന്നുണ്ട്, കണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി അതിൻ്റെ താഴേക്ക് ഇടാനായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിലുണ്ടല്ലോ 2 സൈഡും സ്റ്റിച്ചുള്ള ആ ഒരു പീസാണ് എടുത്തേക്കണേ കേട്ടോ. അതായത് 2 പീസിൽ നമുക്ക് തേരായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ തേരില്ലാത്ത ഭാഗത്താണ് അരി കടിച്ചത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് 2 സൈഡിലും സ്റ്റിച്ചുള്ള, അതായത് നടുഭാഗത്തുനിന്നുള്ളത്. ഓക്കെ, അതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് അവിടെ നിൽക്കണോണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം, ഇത് നമ്മൾ അടുപ്പിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ട് പാർട്ടിലേക്ക് പിടിപ്പിക്കുമ്പോഴേ റൗണ്ടിൽ വരുമ്പോൾ എത്താതെ വരരുത്. ആദ്യത്തെ നമ്മൾ നല്ലോണം ചുരുക്കിട്ട് കയറ്റിയല്ലോ, ഒരുപാട് ചുരുക്കല്ല എങ്കിലും ഒരു അത്യാവശ്യം ചുരുക്കിട്ട് കയറ്റി. അതിന് ശേഷം എന്താ സെക്കൻഡ് ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കണം. മുകളിലേക്കാണ് കേട്ടോ വെക്കണത്, ഉള്ളിലേക്കല്ല, മുകളിലായിട്ടാണ് ആ തയ്യൽ തുമ്പ് നിൽക്കുന്നത്. അതിനാണ് 2 സൈഡും അരികൊക്കെ അടിച്ചെടുത്തത്. ഇങ്ങനെ മുകളിൽ നിൽക്കണം. അപ്പോൾ ഒരു തട്ട് പോലെ ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഫ്രോക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുണ്ട് കേട്ടോ ഇങ്ങനെ ലെയേർഡ് ഫ്രോക്കും പാർട്ടി വെയർ ഗൗണ്, പാർട്ടി വെയർ ഫ്രോക്ക് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ എടുക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടോ, ആ നമ്പർ എടുക്കുക, എന്നെ വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്, അതുപോലെ തന്നെ കമൻറ്റും വിലപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി തരാം. കുറച്ചൊരു തിരക്കായത് കൊണ്ടാണ് കമൻറ്റുകൾ എടുക്കാനായിട്ടേ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാത്തിനും മറുപടി തരാം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെ 3ാമത്തെ ലെയർ പിടിപ്പിക്കണം. അത് കുറച്ചുകൂടെ അകത്തിയിടണം കേട്ടോ. ഇപ്പോൾ ഇട്ടതിനേക്കാളും കുറച്ചുകൂടെ അകത്തി അതിൻ്റെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അതും പിടിപ്പിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ അകത്തി ഇടുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചുറ്റിന് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുകളിലത്തെ തട്ടടിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു തുണി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. 3 പീസ് ഒരേ അളവിലാണ് നമ്മൾ എടുത്തത്. മുകളിലത്തെ തട്ടിൽ നിന്ന് കുറച്ചൊരു ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ലാസ്റ്റത്തെ തട്ടിലേക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് അതുകൂടെ ഞാൻ ഉൾപ്പെടുത്തേണ്ട കേട്ടോ. കണ്ട, ഇത് കുറച്ചൊരു ഡിസ്റ്റൻസിൽ, അതായത് ഒരു 1.5 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ ഈ കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് അടുപ്പിച്ചിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത്രയും മെറ്റീരിയൽ നമുക്ക് വേണം. ഇതിപ്പോൾ മെറ്റീരിയൽ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യണേ കേട്ടോ. ഇതാ കണ്ടോ, അറ്റം വരെ നമുക്ക് ആ പ്ലേറ്റ്സും കൂടെ ഇട്ടെടുക്കാം. ഇനി നമ്മൾ താഴ്ഭാഗത്തേക്ക് അത് പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൂടെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം 3 സ്റ്റെപ്പ് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ ലൈനിങ് ഞാൻ ഇതുപോലെ ചുരുക്കിട്ടൊന്നുമല്ല ചെയ്യണത്, സാധാരണ അമ്പർല തയ്ക്കണ പോലെ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരഭാഗത്ത് ഇങ്ങനെ ചുരുക്കമുള്ളത് കൊണ്ട് തന്നെ അവിടെ പിന്നെയും ചുരുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പഫി ആയിട്ടിരിക്കും. അപ്പോൾ അമ്പർല ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാമല്ലോ, അവിടെ നല്ലോണം ചേർന്നിരിക്കും. അപ്പോൾ അരഭാഗം അളന്ന് നോക്കുക, അതിൻ്റെ 4-1 മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ അരഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇറക്കത്തിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ അടിഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ അമ്പർലയൊക്കെ എപ്പോഴും കാണിച്ചു തന്നുകൊണ്ടാണ് കേട്ടോ ഈ ഓടിച്ച് പറഞ്ഞു പോണത്. ഞാൻ എപ്പോഴും അമ്പർല ഗൗണും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ഇനിയും കാണിച്ചു തരും. ഇനിയും നമുക്ക് അമ്പർലയൊക്കെ തയ്ക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു പീസ് ജോയിൻ ചെയ്യാനുണ്ട്, അതൊക്കെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഗൗൺ സ്റ്റിച്ച് ചെയ്ത്, അതായത് അമ്പർല മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പുതിയ ഡ്രസ്സ് എന്നല്ല, പഴയ യോക്ക് പാട്ട് നല്ലതുണ്ടെങ്കിൽ അത് അഴിച്ച് മാറ്റിയിട്ട് ഈ ഒരു ഐഡിയ ഒക്കെ ചെയ്ത് നോക്കുക. കറക്റ്റ് മെറ്റീരിയൽ എടുത്താൽ മതി. ഇതിപ്പോൾ ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് പഫി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്